അവസ്ഥയെക്കുറിച്ച് റബ്ബി പറഞ്ഞ് മരിക്കാൻ പറ്റത്തില്ല. ഭീകരരൂപിയോടെ നിൽക്കുന്നതും അപ്പോൾ അവൻ എന്നെ അടിച്ചു, തലയ്ക്ക് അടിച്ചു. ആടിൻ്റെ അടുത്ത് എൻ്റെ സങ്കടങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് എന്ന് ഞാൻ പറയും. ഇത് അത്രയ്ക്ക് ഞാനങ്ങ് വെറുത്തുന്നു. ഈ കുബൂസ് തന്നെ അതും ഉണങ്ങി 2 ദിവസം 3 ദിവസമൊക്കെ എന്നൊക്കെയാണ്. നാൾ കഴിഞ്ഞപ്പോൾ മൈൻഡൊക്കെ വിട്ട് പിന്നെ നമ്മൾ ആട് ഞാനും ചില ദിവസം എൻ്റെ സഭ്യത്തെ എന്ന് പറഞ്ഞ് ഞെട്ടി വളരുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഓടി 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 അങ്ങ് കുഴഞ്ഞ്. നമ്മളിപ്പോൾ കുറച്ച് നേരം കൊണ്ട് അങ്ങ് എത്തും. ആ ദൈവം നേരിട്ട് വന്നതാണ്. പിന്നെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അല്ലെങ്കിൽ ജീവിക്കട്ടെ. കണ്ണാടിയുടെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയന്നു പോയി. കാരണം അത് പിന്നെ അന്നെങ്കിലും ചാടി രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ പിടിച്ചു പോകും. അതുകൊണ്ടല്ലേ സാലേ മൊട്ടയടിച്ച് ഫ്ലവേഴ്സിൽ പോയി 1 കോടിയുടെ പരിപാടി പങ്കെടുത്ത്. ആടുജീവിതം പൃഥ്വിരാജിനെ നായകനാക്കി വേൾഡ് റിലീസിനൊരുങ്ങുന്ന ബ്ലെസ്സി ചിത്രമാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി പ്രവാസ ജീവിതത്തിലേക്ക് പോയി നരകയാതന അനുഭവിക്കേണ്ടി വന്ന ഒരാളുടെ യഥാർത്ഥ ജീവിതകഥ. 2008 ബെന്യാമിന്റെ തൂലികയിൽ പിറന്ന ആടുജീവിതം ലോക ക്ലാസിക് നോവലുകളിൽ ഒന്നാണ്. അതാണ് ഇപ്പോൾ സിനിമയാകുന്നത്. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ആട്ടിൻകൂട്ടങ്ങൾക്കൊപ്പം ജീവിതം ഹോമിക്കേണ്ടി വന്ന് ഒടുവിൽ എങ്ങനെയോ നാടുപറ്റിയ ആറാട്ടുപുഴക്കാരനായ ഷുക്കൂർ എന്ന നജീബാണ് മലയാളി മനസ്സുകളുടെ ഹൃദയം തകർത്ത കഥയിലെ യഥാർത്ഥ നായകൻ. ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ നനഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ ഇപ്പോഴും കാണാം മരുഭൂമി പോലെ പൊള്ളിച്ച മണൽ കടലിലെ അനുഭവങ്ങൾ. ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അന്ന് അവിടെ കിടന്ന് അനുഭവിച്ച കാര്യങ്ങളിൽ പുറം ലോകം എല്ലാം അറിയാൻ പോവാണ്. പൃഥ്വിരാജ് എന്നൊരു നല്ല നടനിലൂടെ ഞാൻ അന്ന് അവിടെ ആ മരുഭൂമിയിൽ കിടന്ന് അനുഭവിച്ച കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലൂടെ ഈ ലോകത്തെല്ലാവരെയും കാണിക്കാൻ പോകുന്നത്. അതിനകത്തൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ജനങ്ങളെല്ലാം അന്നത്തെ എൻ്റെ അനുഭവങ്ങൾ കാണുവാണ്. മറ്റേത് പറയുന്നത് നോവലെന്ന് പറഞ്ഞാൽ അത് വായിച്ചു പോകില്ലേ, ഇതല്ലല്ലോ, ഇത് കാണുവാണ്. അന്നത് ഞാൻ ഒരുപാട് നല്ല നല്ല പ്രതീക്ഷകളോട് നമ്മൾ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് പോയത്. കാരണം നമുക്ക് കുറച്ച് പോയി നല്ല കാശുണ്ടാക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, ഒരു വീട് വെക്കണം, എൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ നല്ല ചിന്തയിലാണ് പോയത്. പക്ഷേ നമ്മൾ പോയി നമ്മുടെ ഭാഗ്യദോഷം കൊണ്ട് നമ്മൾ പോയി ഇങ്ങനെ പെട്ട് അവിടെ ചെന്ന് ഇറങ്ങി വെറും മരുഭൂമിയിലോട്ടുള്ള ജീവിതമായിരുന്നു എൻ്റെ ജീവിതം. അത് പിന്നെ ഒരു ഭീകരമായ ജീവിതമായിരുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ പോകും തോറും മരുഭൂമികളിൽ തന്നെ വണ്ടി പോകുമ്പോഴും ഞാൻ നോക്കുന്നുണ്ട്, ബിൽഡിങ് ആൾക്കാരെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു മനുഷ്യനെ ഞാൻ കാണുന്നില്ല. അപ്പോഴേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇത് വന്നു. കാരണം പണ്ട് ഇതുപോലെ നമ്മളവിടെയൊക്കെ നാട്ടിൽ വെച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മരുഭൂമിയിൽ ആടിനെ മേയ്ക്കാൻ പോയി പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ അന്നേരം വന്നു. പക്ഷെ ആ ഫീലിംഗ് സത്യമായിരുന്നു. മടുത്തെന്ന് എൻ്റെ ജീവിതം പോയെന്ന് അന്നേരം കൊടുത്തു. പിന്നെ അന്നേരം എങ്ങനെ രക്ഷപ്പെടാൻ പറ്റാന്? ഒരു കാരണവശാലും പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ അന്നേരം ഇങ്ങനെ ഇത്രയും കട്ടിയാന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കാണുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ ഉള്ളായിരുന്നു. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഒരു ഭീകരരൂപിയോടെ നിൽക്കുന്നതും 10-700 ആടും 24 ഒട്ടകവും നിൽക്കുന്നു. അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് റബ്ബി പറഞ്ഞ് മരിക്കാൻ പറ്റത്തില്ല. അതേപോലത്തെ ഭീകര ഒരു സംഭവമാണ്. ഞാൻ ഒരിക്കലും രക്ഷപ്പെടാത്തില്ലെന്നുള്ള ഒരു അന്നേരം മനസ്സിൽ വന്നു. മനസ്സിലായി, ഇനി എൻ്റെ ജീവിതം ഇവിടെ തന്നെയാണെന്ന് മനസ്സിലായി. കാരണം മനസ്സിലായെങ്കിലും എന്തെങ്കിലും ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ചിന്ത മനസ്സിലുണ്ട്. ഇവൻ അവിടുന്ന് പോവല്ലോ, എന്തായാലും എപ്പോഴും ഇയാൾ അവിടെ തന്നെ കാണത്തില്ലല്ലോ എന്നുള്ളൊരു മനസ്സിനകത്തൊരിതുണ്ടായിരുന്നു. പക്ഷെ അത് തിരിച്ചായിരുന്നു പിന്നെ സംഭവിച്ചത്. ചെന്നപ്പോൾ തന്നെ എന്ത് ജോലിയാണെന്ന് ഞാൻ ഈ ജോലിയല്ലേ കാണുന്നത്. പിന്നെ ഇവൻ്റെ കയ്യിൽ നമ്മുടെ പിടി കിട്ടി, നമ്മുടെ പാസ്പോർട്ട് മേടിച്ച് അവൻ വണ്ടി വെച്ച് പിന്നെ നമ്മളെ അന്നേരം തന്നെ അവിടെ ഇരുത്തിയേക്കുവാണ്. പിറ്റേന്ന് രാവിലെ വരെ നമ്മളെ ഈ പണിക്കങ്ങോട്ട് ഇറക്കുവാണ്. അപ്പം ഞാൻ കരഞ്ഞ് ഒരു പരുവായി, എനിക്ക് തലവേദനയായി. അന്നേരം ഞാൻ വെച്ചാൽ ഗുളിക കൊണ്ടുപോയത് കൊണ്ട് രക്ഷപ്പെട്ട്. ഒരു ഗുളിക ആദ്യം എടുത്ത് കഴിച്ച്, തലവേദന കൊണ്ട് വയ്യ. പക്ഷെ ഇത് പിന്നെ ചെയ്യണമെന്നൊക്കെ ഉള്ള താമസിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആടിൻ്റെ പുറത്ത് വെളിക്കൊരു കട്ടിലുണ്ട്. ആ കാറ്റും കൊണ്ട് മരുഭൂമിയിലെ ആ കാറ്റും കൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കി കിടക്കും. മുകളിലോട്ട് നോക്കി കിടക്കുമ്പോൾ പ്ലെയിൻ പോകുന്നതായിട്ട് കാണാം.
അല്ലാതെ വേറെ ഒന്നും നമുക്ക് യാതൊരു അറിവില്ല. കൂടുതൽ പേടിയായില്ലേ? കൂടുതൽ പേടി ഓരോ ദിവസം തോറും ഭീതി കയറി വരുവാണ്. കാരണം ആ ജോലിയെ പറ്റി കണ്ടപ്പോൾ തന്നെ പിന്നെ ഇന്ന് നമ്മളിനി നിൽക്കുന്നിടത്തോളം കാലം ഈ ജോലി തന്നെയല്ലേ ചെയ്യണ്ടേ എന്നുള്ള മനസ്സിലുള്ള ഭീതി. അത് പിന്നെ എന്തെങ്കിലും നമ്മൾ ഇവൻ പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ നമ്മളെ അടിക്കും. അടിച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഈ പാല് പിഴിഞ്ഞപ്പോൾ തന്നെ, രണ്ടാമത്തെ ദിവസം പിഴിഞ്ഞപ്പോൾ പാല് കിട്ടാതെ വന്നപ്പോൾ എന്നെ അടിച്ചിട്ടുണ്ട്. ചെയ്യാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിവിടെ ആടിനെ കണ്ടിട്ടല്ലേ ഉള്ളൂ, പിന്നെ ഞാൻ പിഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പീഡനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി മാർക്കറ്റിൽ പോകുന്ന ഒരു പരിപാടിയുണ്ട്. മാർക്കറ്റിലേക്ക് ആടിനെ കയറ്റിക്കൊണ്ട് പോകുമല്ലോ. അപ്പോൾ അന്നേരം ഈ ആടിനെ കറുത്തതിനെ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വെളുത്തതിനെ പിടിച്ചുകൊണ്ട് വന്നു. അറബിയിലാണ് പറഞ്ഞത്. അപ്പോൾ അവൻ എന്നെ അടിച്ച്, തലയ്ക്ക് അടിച്ച്, ഏതാണ്ടൊക്കെ അറബി പറഞ്ഞ് കൈവച്ചടിച്ച്. ആ വേദനയൊക്കെ ഇപ്പോഴും ഉണ്ട്. കഴിയുമോ? എങ്ങനെങ്കിലും എനിക്ക് രക്ഷപ്പെടണമെന്ന് തോന്നി. പക്ഷെ എന്നാലും ഞാൻ അന്നേരം ഓർത്ത് ഇയാളെ കൊന്നിട്ടെങ്കിലും പോകണമെന്ന് ഇങ്ങനെ ഓർക്കുമ്പോഴേ ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അവിടെ തലവെട്ടും മറ്റേത് മറിച്ചതൊക്കെ. അപ്പൊ അങ്ങനെ സംഭവിച്ചത് ചിലപ്പോൾ നമ്മൾ എന്തായാലും ചെയ്ത് നമുക്കത് ഫലിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ പോയില്ലേ എന്നുള്ള ഒരു ചിന്ത. അത്രയ്ക്ക് ഞാനങ്ങ് വെറുത്തങ്ങ്. കഴിക്കാൻ കുബൂസ് അരിയുടെ ഭക്ഷണമോ മറ്റു നമ്മുടെ നാടൻ ഭക്ഷണമോ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ഈ കുബൂസ് തന്നെ അതും ഉണങ്ങി 2 ദിവസം 3 ദിവസമൊക്കെ എന്നൊക്കെയാണ് കഴിക്കുന്നത്. എന്നെ കൊണ്ടുപോയ ആള് ചതിച്ചിട്ടില്ല. ഇല്ല, ഞാൻ ഇതിനകടി അതിൽ പെട്ടുപോയതാണ്. ഇയാളെന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. ഇയാളുടെ പരിപാടി ഇത് തന്നെയാണ്. അതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ ഓർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് അവിടെ ചെന്ന് പിറ്റേന്ന് നേരം എടുക്കുമ്പോൾ മറ്റേ പുള്ളിയെ കാണാൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഒന്ന് ഇയാളായിട്ട് പറഞ്ഞ് വിട്ട് കാണും, അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെട്ട് പോയി കാണും. അവിടെ ഒരു ഭീകരനെ കണ്ടെന്ന് പറഞ്ഞില്ല. നല്ല സൈസൊന്നും അല്ല, എന്നാലും ഒരു ആകപ്പാടൊരു വികൃത രൂപം ഉള്ള ഒരാള്. അപ്പോഴും അവർക്ക് ചിലപ്പോൾ ഇയാൾ എന്നെ കൊണ്ടുവന്ന് കണ്ടപ്പോൾ പിന്നെ ഒരാളായി. അപ്പോൾ ഇവനെ അങ്ങ് വിടാമെന്ന് വെച്ച് അങ്ങനെ വിട്ടതായിരിക്കാമെന്നും തോന്നുന്നുണ്ട്. എന്തോന്ന് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ ഇയാളെ കണ്ടിട്ടില്ല. ഇയാളുടെ ഈ ക്രൂര പീഡനങ്ങളും സഹിച്ചിങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകളൊക്കെ ഏത് ദിവസമാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഇല്ലില്ല, പിന്നെല്ലാം മറന്നുപോയി. പിന്നെ നമ്മളെ മൈൻഡ് അങ്ങ് വിട്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മൈൻഡൊക്കെ വിട്ട്. പിന്നെ നമ്മൾ ആടിൻ്റെ അടുത്ത് എൻ്റെ സങ്കടങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് എന്ന് ഞാൻ പറയും. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് ഞാൻ എൻ്റെ മടി വെച്ച് കരയും. ഈ നബീൽ എന്ന് പറയുന്ന ഒരാടുണ്ടായിരുന്നല്ലോ, അതിനെ വിളിച്ചെൻ്റെ അതിനെ അങ്ങനെ വിളിക്കുമായിരുന്നു. പേരൊക്കെ ഇട്ട് ഞാൻ എൻ്റെ വായി തോന്നുന്ന പേര്, അന്നേരം കിട്ടുന്ന പേരൊക്കെ ഞാൻ വിളിക്കുമായിരുന്നു ഓരോന്നിനും. നിങ്ങൾ എൻ്റെ മക്കളാണ്, എൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കും എന്നോട്. അതാണ് ഈ സംസാരം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഞാൻ സംസാരിക്കും, നിങ്ങളെ ഉള്ള എനിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ പറയും. അവരോടാണെങ്കിൽ ചേർന്ന് ഞാൻ പിന്നെ ഞാൻ എന്തെങ്കിലും രക്ഷപ്പെട്ട് പോകുമ്പോൾ പിന്നെ, പക്ഷെ ഞാനങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. പോകുന്ന സന്തോഷം, ഞാൻ ചാടിപ്പോകുന്ന സന്തോഷമുണ്ട്. പക്ഷെ ഇതുങ്ങളെ ഇട്ടിട്ട് പോകുന്ന ഒരു വിഷമമുണ്ട്. കാരണം ഇത്രയും നാൾ ഞാൻ തീറ്റ കൊടുത്ത് സന്തോഷത്തോടെ വളർത്തിയ സാധനത്തിന് തന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പിന്നെ പിറ്റേന്ന് തന്നെ തീറ്റ കൊടുക്കാനൊന്നും ആരും കാണത്തില്ലല്ലോ. അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്ത് പറഞ്ഞാലും ആ നാട്ടിലെ കാര്യം ഗർഭിണിയായിരുന്നപ്പോൾ അത് എൻ്റെ ഭാര്യയെക്കാട്ടി എൻ്റെ വാപ്പ എന്നെ അത്രയും സ്നേഹിച്ചൊരു വാപ്പായിരുന്നു. എന്നെ എവിടെയെങ്കിലും ഞാൻ രാത്രി ഇച്ചിരി താമസിച്ചാലും അവിടെ തിരക്ക് വരും എവിടെയാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വാപ്പയ്ക്ക് സുഖമില്ലാത്തതാണ്. വാപ്പായുടെ വിഷമമാണ് ഏറ്റവും വലിയ എനിക്ക് ഇതുണ്ടായത്. കാരണം വാപ്പക്ക് ഹാർട്ടിൻ്റെ അസുഖമുള്ള ആളായിരുന്നു. അപ്പം എൻ്റെ കാര്യം പറഞ്ഞിങ്ങനെ വിഷമിച്ച് എന്തോ ചെയ്യും. പിന്നെ എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന്, പ്രസവിച്ചില്ലേ, ഹോസ്പിറ്റലിൽ ആരും കൊണ്ടുപോയി കാണും എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ വരുവാണ്. പിന്നെ ഇവിടെ പിന്നെ നമ്മുടെ ആൾക്കാരെല്ലാം ഉള്ളത് കൊണ്ടൊരു സമാധാനമുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ വിവരം അറിയാത്തതുകൊണ്ട്, ഞാൻ ഇവിടുത്തെ വിവരം അറിഞ്ഞില്ലെങ്കിൽ ഇച്ചിരി കുഴപ്പമുണ്ട്. പക്ഷേ എൻ്റെ വിവരം അവിടെ അറിയാത്തതുകൊണ്ട് അറിയത്തില്ലല്ലോ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. എനിക്ക് ആ ഒരു വിഷമമാണ്. ആ ഒരു വിഷമം കൊണ്ട് എനിക്ക് കുട്ടികൾക്ക് കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ, പ്രസവത്തിന് അതിന് ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കരമായ ഭീകരമായ വിഷമമായിരുന്നു. അതെ, അതുപോലെ തന്നെ ആയിരുന്നു. അലറി വിളിച്ച് ഞാനവിടെ കിടന്നുകൊണ്ട് ചില ദിവസം എൻ്റെ സഭ്യത്തെ എന്ന് പറഞ്ഞ് ഞെട്ടി വളരുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആളില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഞെട്ടി ഉണർന്നിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ട്, പല സ്വപ്നങ്ങൾ. അപ്പം അതൊക്കെ ഒന്നും പറഞ്ഞ് നിങ്ങളടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആ മണലിൽ കൂടെ ഓടി പോകുന്നൊരു രംഗമുണ്ടല്ലോ, ഓടി പോകുന്ന രംഗമുണ്ടല്ലോ,
അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയ ഒരു ദിവസം അതെ, അതാണ് രക്ഷപ്പെട്ട് ഓടിയൊരു ദിവസം. ഓടി 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 അങ്ങ് കുഴഞ്ഞ്. നമ്മളിപ്പോൾ കുറച്ച് നേരം കൊണ്ട് അങ്ങ് എത്തുമെന്ന് പറഞ്ഞ് ഓടിയല്ലേ. മണലല്ലേ ചുട്ടുകൊള്ളുന്ന മണല് ഒരു രാത്രിയാ ഓടുന്നത്. പ്രത്യേകം പറഞ്ഞാൽ നേരെ അസ്തമിച്ച്. സാഹചര്യം എങ്ങനെ കിട്ടിയത്? എന്നെ ഒരാൾ വന്ന് കൊണ്ടുപോയില്ലായിരുന്നു. ഒരാളടുത്തുനിന്ന് വന്നിട്ട് ഇതുപോലെ ഈ രക്ഷപ്പെടാനുള്ള സാഹചര്യം കിട്ടിയത് ഈ അറബി അന്ന് അവിടെ പോകുന്നത്. അത്രേ ദിവസത്തിനകം ഏതെങ്കിലും ഒരാൾ അവിടെ എപ്പോഴും കാണും. ഈ പുള്ളി അന്നാണ് എല്ലാവരും ഒന്നിച്ച് രണ്ടുപേരുടെ പോകേണ്ട ദിവസം അന്നാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ കൂടി വരുന്നതും പിന്നെ വന്ന് കൊണ്ടുപോകുന്നതും. ഉടൻ കണ്ടുകൊണ്ടാണ് ഓടിയത്. ഓടി 1.5 ദിവസം ഓടി. ഞങ്ങൾ രണ്ടുപേരുടാ പോയത്. ഒന്നിച്ച് വണ്ടിയല്ലായിരുന്നു, നടന്നാ പോയത്. നടന്നല്ല, ഓടുവാണ്. കിട്ടിയ വെള്ളം കുടിച്ച്. അയാളിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. വികർത്ത് ഒലിച്ച് ആകപ്പാട് അങ്ങ് ടയർഡായി. പിന്നെ എവിടെങ്കിലും കിടന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ മാറി കിടന്ന് ഒരു തോന്നി മാറി കിടന്നിട്ട് പിന്നെ എങ്ങനെയെങ്കിലും എത്തുപോലുണ്ട്. റോഡൊന്നും കാണണ്ടേ. ഓടിയിട്ടും കാണുന്നില്ല. എങ്ങനെ ചെല്ലുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഈ കച്ചറ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലം. പിന്നെ അതിൽ നിന്ന് രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വഴി കണ്ട് അങ്ങനെ ആ വഴി കൂടെ ഓടി പിന്നെ ഒരു ഉച്ച ആകാറായി. എന്നിട്ട് ആ റോഡ് കാണുന്നത്. റോഡ് ചെന്നപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ റോഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ 5 ദിനാർ എൻ്റെ തന്നു. വന്ന ആള് അന്ന് ആദ്യമായിട്ട് റിയാൽ കാണുന്നത്. അതൊക്കെ ഒന്നും പറയാൻ, അതൊക്കെ ഒരു ഭയങ്കര ഭീകരമായ സംഭവങ്ങളാണ് ഈ റിയാൽ. ഇത്രയും നാളെ ഞാൻ ദൈവം നേരിട്ട് വന്നത്. അത് വന്നത് അങ്ങനെ. പിന്നെ ഞാൻ അതുപോലെ കിടന്ന് ദൈവത്തിനെ എന്നും കിടന്ന് വിളിക്കുമായിരുന്നു. ഏതെങ്കിലും സ്ഥലത്ത് എന്നെ വന്ന് രക്ഷപ്പെടുത്തും എന്നുള്ള ചിന്തയാണ് മനസ്സിനകത്ത്. അതേപോലെ തന്നെ ലാസ്റ്റ് ഇങ്ങനെ സംഭവിച്ച്. രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ പിന്നെ എൻ്റെ പ്രതീക്ഷ അങ്ങ് വിട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ ഇത്രയും നാളായിട്ട് പോയി കാണുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ വിട്ട്. ഇനി നമ്മുടെ മരണം ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ മരിക്കുമെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ വരെ കടന്നിട്ടുള്ളൂ. അന്നേരം ഞാൻ കിടക്കുമ്പോഴും പിന്നെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അല്ലെങ്കിൽ ജീവിക്കട്ടെ. പിന്നെ അന്നേരമാണ് എൻ്റെ ഭാര്യയുടെയും മക്കളെയും കാര്യം ഓർക്കും. ഈ പ്രസവിച്ച കാണും എന്നുള്ള വീട്ടിലെ കാര്യങ്ങളുടെ ചിന്തകളെല്ലാം കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അന്നേരം ആത്മഹത്യ ചെയ്യുന്നതൊന്നും ശരിയല്ലല്ലോ. അതൊരു ഇതല്ല. അതുകൊണ്ട് പാമ്പ് കടിച്ച് മരിച്ചാൽ ആത്മഹത്യ അല്ലത്. ഒരു ജീവി കടിച്ച് മരിച്ചതാണ് എന്നുള്ള ഒരു ഇതുണ്ട് എൻ്റെ മനസ്സിൽ. എന്നാലും എൻ്റെ ഭാര്യ എന്തെങ്കിലും ഒന്ന് കാണാമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. പറ്റുമെന്നുണ്ട്. ഇനി ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുമെന്ന് ഒരു ഇതുണ്ട്. അത് ഇവിടെയും എല്ലാവരും പ്രാർത്ഥനയും മറ്റേത് മറിച്ചതൊക്കെയാണ്. അത് അവരുടെയും പ്രാർത്ഥന ഫലിച്ച്. എപ്പോഴും നിസ്കാരപ്പാലിന് ഈ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തത്. അതെ. പിന്നെ ഒരു കുട്ടി ആയപ്പോൾ ഇച്ചിരി ഭാര്യയ്ക്ക് ഒരു ചെറിയൊരിത് വന്നല്ലോ. പ്രസവിച്ചൊരു ആൺകുട്ടിയുണ്ട്, ഒരു കുട്ടിയെങ്കിലും ഉണ്ട്. പിന്നെ അതിനെങ്കിലും പോറ്റി വളർത്തിക്കൊണ്ട് വരാമെന്നുള്ള ഒരു മനസ്സിനൊരിതായി. അങ്ങനെയൊക്കെ ആരും നീ ഇതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ. സിനിമയിൽ കാണുന്ന പോലെ തന്നെ വളരെ വേഗണ്ട കണ്ടില്ലേ? അത് തന്നെ. അതിനെക്കാട്ടിലും എന്തോന്നായിരുന്നു ഞാൻ. അത്ര എന്തായാലും പൃഥ്വിരാജ് എടുക്കാൻ പറ്റത്തില്ല. കഴിവിന്റെ പരമാവധി എടുത്തല്ലോ. മുടിയൊക്കെ ഇങ്ങനെ ചട പോലെ അഴുക്കുമായിട്ട് ഇങ്ങനെ നടക്കും. ഈ മുടിവെട്ടി കഴിയുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഈ അവസ്ഥ ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയന്നു പോയി. ഈ ആദ്യമായിട്ട് കണ്ടപ്പോൾ കണ്ണാടി കൂടെ കാണുമ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയന്നു പോയി. കാരണം അത് അങ്ങനെ ഇയാൾ എന്നെ രക്ഷപ്പെടുത്തിയത് ഇത് കണ്ടോണ്ടല്ല എന്നെ രക്ഷപ്പെടുത്തിയത്. കാരണം അയാളുടെ കാലം എന്തായാലും മനസ്സൊരു നല്ല മനസ്സായിരുന്നു. മനസ്സിലായി. കോലം കൂടെ പറഞ്ഞ് മനസ്സിലായി. അയാൾ പെട്ടെന്ന് എൻ്റെ അടുത്തുകൊണ്ട് നിർത്തി തരുമായിരുന്നു. നിർത്തിയിട്ട് പിന്നെ എന്നെ കയറ്റിക്കൊണ്ടുപോയി. അയാൾ അവിടെ വാഹനത്തിൻ്റെ അത് തൊടാൻ പോലെയുള്ളത് നമുക്കില്ല. അത്രയ്ക്ക് നല്ല ഒരു വണ്ടിയാണ്. വൃത്തികേട് അതാണ് എനിക്ക് ഏറ്റവും വലിയത്. അത്രയും വൃത്തികേടായിട്ട് ഞാൻ നിന്നിട്ട് ആ വണ്ടി കയറ്റിക്കൊണ്ടുപോയി. ആ ഇട്ട മുഷിഞ്ഞ വേഷമൊക്കെ ആയിട്ട് അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു. അവസ്ഥ കാണുന്നത്. അന്നേരം തന്നെ നാട്ടിൽ വിളിച്ചു. മുടി വെട്ടി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നാട്ടിൽ വിളിച്ചു. ആദ്യം കൊണ്ട്
അതായത് 2 വർഷം കഴിഞ്ഞെന്ന് എന്നിട്ട് വിളിച്ച് ഇപ്പോഴ് അന്നേരം അവിടെ ചെന്ന് ഞങ്ങളുടെ റൂമിൽ ചെന്നപ്പോൾ തന്നെ അറിഞ്ഞിതുപോലെ ഭാര്യ പ്രസവിച്ച് രാകുഞ്ഞായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞ്. അവരാരും അറിയുന്നില്ലല്ലോ ഇപ്പൊ എവിടെയാണ് എന്ത് സംഭവിച്ചെന്ന് അവിടെ ഉള്ളവർക്കും അറിയില്ലല്ലോ. അവര് ഞാൻ അന്ന് പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരവിടെ വന്നു, എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്നവർ അന്വേഷിച്ചപ്പോൾ അവിടെ വന്ന് തിരക്കിയപ്പോൾ ആള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉടൻ കാണാത്തതുകൊണ്ട് അയാൾ ഒരുപാട് മരുഭൂമിയിലൊക്കെ അവർ പോയി നോക്കി. എന്നിട്ടൊന്നും എവിടെ പോയെന്നറിയാൻ കണ്ടു കിട്ടിയില്ല. മരുഭൂമിയിലും ആടിന് നോക്കുന്നതും ഒക്കെ നല്ല നല്ല രീതിയിൽ ആടിന് നോക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ അവർ പോയി നോക്കി, എന്നിട്ടൊന്നും കണ്ടു കിട്ടിയില്ല. ഇത് ആര് പോയി കണ്ടുപിടിക്കത്തില്ല, അങ്ങനത്തെ ഒരു രംഗമാണ് ആ സ്ഥലമായിരുന്നു. പിന്നെ അവരെല്ലാം എൻ്റെ അടുത്തുള്ള ബന്ധുക്കൾ, എൻ്റെ അപ്പുറത്തുള്ളൊരു പയ്യനുണ്ടായിരുന്നു, അവനെല്ലാം അവിടെ വന്ന് എല്ലാവരും എൻ്റെ അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞവരെല്ലാവരും ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അന്ന് ഞാൻ വെറും ഒരു അസ്ഥികുളം പോലായിപ്പോയി. പിന്നെ അന്നെങ്കിലും ചാടി രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, അങ്ങനത്തെ ഒരവസ്ഥ വരെ ആയി. ആ ദൈവം പിന്നെ എനിക്കെൻ്റെ ജീവിതം വെച്ചേപ്പോ ഉണ്ടെന്നുള്ള രീതി അന്നാണ്, അതുകൊണ്ടാണ് എന്നെ അവിടെ അന്ന് രക്ഷപ്പെടുത്തുന്നത്. പിന്നെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഭാര്യ എന്നൊരു ഭയങ്കര പൊട്ടിക്കരച്ച് വിളിച്ചപ്പോൾ അളിയനെ ആദ്യം വിളിക്കുന്നത്, എൻ്റെ ഈ കൊണ്ടുപോയ ആൾ ആദ്യം വിളിക്കുന്നത്. വിളിച്ചപ്പോൾ ഇതുപോലെ ഫോണെടുത്ത് സംസാരിച്ച് അയാൾ പറഞ്ഞ് ഇതുപോലെ വന്നിട്ടുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പൊട്ടി ഒരു കരച്ചൽ, ഭയങ്കരമായിട്ട് കരയുക. അന്നേരം മറ്റുള്ളവരെല്ലാവരും നിൽക്കും, വാപ്പായും ഒക്കെ നിൽപ്പുണ്ട്, വാപ്പായും എല്ലാവരും കരയുകയെന്ന് പറഞ്ഞു ഫോണിൽ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇത് കേട്ടിട്ട്. അങ്ങനെ ആരും വിഷമിക്കണ്ട, ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് ഞാൻ നാട്ടിലെത്തും എന്നൊക്കെ സമാധാനപ്പെടുത്തി സംസാരിച്ചൊക്കെ വിട്ട്. പിന്നെ ഒന്നും പിറ്റേ ദിവസം വിളിച്ച് കാര്യങ്ങൾ വന്നിട്ട് പിന്നെ 3-ാമത്തെ ദിവസമാണ് പോയി പിടികൊടുക്കും. പോലീസിന് പിടികൊടുത്ത് 9 ദിവസം ജയിലിൽ കിടന്ന് മുംബൈ വന്നിറങ്ങി. അവിടുന്ന് കായംകുളത്ത് വന്ന് അപ്പച്ചിയുടെ വീട്ടിലൊരു ദിവസം രാവിലെ വന്നിട്ട് വൈകിട്ട് അവിടുന്ന് കുളിച്ചെല്ലാം ഫ്രഷായിട്ട് വൈകിട്ട് രാത്രി അവിടെ വന്ന് കയറുന്നത്. കയറുമ്പോൾ എൻ്റെ മോന് വാപ്പ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ നിൻ്റെ വാപ്പ എന്ന് പറഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞങ്ങ് പോയി. കയറുമ്പോൾ അതെ, അവനെ കണ്ട എനിക്ക് അവൻ തന്നെ പേടിച്ചു പോകും, അതുകൊണ്ടല്ലേ ചതയ മൊട്ടയടിച്ച് അങ്ങനെ അവന് പോയി. ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റ മറക്കാൻ പറ്റാത്ത ഒരു രംഗമാണ്. കാരണം ഞാൻ 2 വർഷം അവിടെ നിന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനൊരു മുട്ടായി വാങ്ങിച്ചവന് കൊടുക്കാൻ പറ്റാത്ത ഒരു ഗൾഫുകാരൻ്റെ ജീവിതം അങ്ങനത്തെ ഒരു ജീവിതമായി പോയല്ലോ എന്ന് ഒരു മനുഷ്യനും അനുഭവിക്കാൻ അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത അത്രയും ദുരിതം അനുഭവിച്ചിട്ട് വന്ന ഒരാളിന് എങ്ങനെയായാലും മറ്റേതും തരത്തിലുള്ള ഒരു സഹായം, നാട്ടിൽ നിന്നൊരു സഹായം, ജീവിതത്തിലൊരു മാറ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം? ഇല്ല. പിന്നെ അങ്ങനെ നാട്ടിലിവിടെ വന്ന് ഇതിനെപ്പറ്റി പിന്നെ നമ്മളെ അടുത്ത് ഇങ്ങനെ കഥകളൊക്കെ ഇവിടെ എല്ലായിടത്തൊക്കെ പറഞ്ഞപ്പോഴൊന്നും അവർ ആരും ഈ കഥ എഴുതിയില്ല. ഇങ്ങനെ ഒരു അനുഭവ കഥയുണ്ട് അതും പറഞ്ഞ്. പിന്നെ ഈ കഥ ബുക്ക് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് അറിയുന്നത്, ഞങ്ങൾത്തന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് മൈൻഡ് ചെയ്തില്ലായിരുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്ന് തോന്നി ഇങ്ങനെ വന്നിട്ട് സമീപിച്ചപ്പോഴൊക്കെ സമ്മതിച്ചോ? സമ്മതിച്ചെന്ന് പറഞ്ഞാൽ പുള്ളി പിന്നെ സുനിലേട്ടൻ ഇതുപോലെ പുള്ളിയുടെ കൂട്ടുകാരനാണ് ബെന്യാമിൻ. അപ്പോൾ സുനിലേട്ടൻ പറഞ്ഞ് അതുപോലെ അത് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞത് കൊണ്ടാണ് സുനിലേട്ടനാണ് അതിനെ നിർബന്ധിച്ച് ബെന്യാമിൻ്റെ അടുത്ത് നിന്ന്. ബെന്യാമിൻ സാറാണെങ്കിൽ ഒരു പ്രവാസിയുടെ കഥ എഴുതാൻ കാത്തു നടക്കുവാണ് എന്ന് എൻ്റെ അടുത്ത് സുനിലേട്ടൻ പറഞ്ഞു. അതിലെ ഓരോ വരികൾ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അതിൽ ഓരോ വരികളും ഓർത്ത് അതിലേക്ക് വീണ്ടും കടന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു വീണ്ടും ആ അനുഭവങ്ങൾ വീണ്ടും ഒന്ന് ഓർത്തെടുത്തപ്പോൾ എങ്ങനെയായിരുന്നു? ഭയങ്കരമായ ഇതായിരുന്നു. ഒരു അനുഭവങ്ങളും ഓർക്കുമ്പോൾ ഓർക്കാൻ വയ്യാത്തൊരു അനുഭവങ്ങളായിരുന്നു. എത്ര ദിവസം കൊണ്ട് അത് പറഞ്ഞു കൊടുത്ത് അത് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു 8 മാസം കൊണ്ട് എടുത്തതാണ്. ഒരേ ദിവസം വന്ന് കുറച്ച് എൻ്റെ അടുത്ത് ചോദിച്ച് പോകും. പുള്ളിക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നാണ് ഞാനിങ്ങനെ ട്രോളിയും കൊണ്ടിങ്ങനെ അവിടുത്തെ ജോലി ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ് വന്നിങ്ങനെ എഴുതി പോകുന്നത്. ലോക ക്ലാസ് നോവലുകളിൽ ഒന്നാണ്. അതെ അവിടെ ജീവിതം 250 പതിപ്പായില്ലേ, 250 പതിപ്പം കണ്ടു കഴിഞ്ഞു. ആ രംഗം കണ്ടപ്പോഴെനിക്കത് ഞാൻ അവിടെ കിടന്ന് അനുഭവിച്ച അതേ രംഗം പോലെ ഫീൽ ചെയ്തപ്പോൾ എനിക്കങ്ങ് സങ്കടമായിപ്പോയി അത് കണ്ടപ്പോൾ. കാരണം അതേ രീതിയിൽ തന്നെ അത് തന്നെ ചെയ്തേക്കുന്നു. അതെങ്ങനെ ചെയ്തെന്നാണ് എൻ്റെ ഇത്. അത്രയ്ക്ക് ഇതായിട്ടാണ് ആ കണ്ണിങ്ങനെ അങ്ങോട്ട് തള്ളി. അതൊക്കെ തന്നെ അതെ. ചിലപ്പോഴൊക്കെ രാത്രി കിടന്ന് ഞെട്ടി ഉണരും. എൻ്റെ സഭ്യത്തി എന്ന് പറഞ്ഞാൽ ഞെട്ടി ഉണരും.
അല്ലാതെ എപ്പോഴും ചട്ടിയുണ്ടല്ലോ ജോലി. കാരണം ഈ ഓർമ്മയിലല്ലേ കിടക്കുന്ന ഞാൻ പറഞ്ഞു. ആ ഓർമ്മ കിടക്കുന്നതുകൊണ്ട് ഈ പാട്ട് എൻ്റെ സമയത്ത് അല്ല അലറിക്കൊണ്ടാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഇതിനകത്തും എൻ്റെ സേനൂന്ന് അലറി വിളിക്കുവാണ്. അതിനുശേഷം പിന്നെ അവാർഡൊക്കെ കിട്ടിയായിരുന്നല്ലോ, ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? സന്തോഷം തോന്നി? ഒരുപാട് സന്തോഷം തോന്നി. കാരണം അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇയാൾ ബെന്യാമി സാറ് പോകുന്ന സ്ഥലത്തെല്ലാം എന്നെയും കൊണ്ടുപോകുമായിരുന്നു, എന്നെയും വിളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ എല്ലാം പോകുമായിരുന്നു. കാര്യമായിട്ട് ഇന്ത്യൻ എംബസിയുടെ ആള് വരെ അവരുടെ ഒരു ദിവസത്തെ ഭക്ഷണം അവിടെ നിന്ന് അവരുടെ കണക്കായിട്ട് എനിക്ക് വായിച്ചു തന്നു. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. വളരെ പ്രതീക്ഷയിലിരിക്കുകയാണ്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് റിലീസിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് കാണാമെന്നും പറഞ്ഞ്. ഇപ്പോൾ ഇന്നൊരു യൂട്യൂബുകാരൻ രാവിലെ വിളിച്ചിട്ട് ഞാൻ രാവിലെ ഇവിടെ വരാം, നമുക്ക് എൻ്റെ കൂടെ പോയി കാണാം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ട്, അവരോടെ പോയി കാണുമെന്ന് പറഞ്ഞു. ആരോടൊക്കെയാ പോകുന്നത്? ഞാൻ ബെന്യാമി സാറും എല്ലാം ഒന്നിച്ച് കാണാമെന്നുള്ളതാണ്. അവര് വിളിക്കും. ലുലുവിലെ മാനേജർ വരെ വിളിച്ച് നമുക്ക് ഒന്നിച്ച് പോയി കാണാമെന്ന് പറഞ്ഞു. ഇതിനുശേഷം ഇപ്പൊ ഈ സിനിമയും കൂടെ ആവാൻ പോകുന്ന ശേഷം അന്നത്തെ പോലെ തന്നെ ഒരു തിരക്കുണ്ടല്ലോ, ഉണ്ട്. വിളിക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതിനെക്കാട്ടി തിരക്കായിപ്പോ ഇന്നത്തെ. ഏതൊക്കെ ചാനലിൽ ഫ്ലവേഴ്സിൽ പോയി 1 കോടിയുടെ പരിപാടി പങ്കെടുത്ത് ഇന്നത് 9 മണിക്ക് ഇത് ചെയ്യുന്നുണ്ട്. ഇന്നത് 9 മണിക്ക് ഇടും അവര്. വിളിക്കാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പടം ഇറങ്ങുന്നതിന് മുമ്പ് ആണ് എൻ്റെ അടുത്ത് നല്ല സ്നേഹം കാണിച്ചതല്ല, അതുകൊണ്ട് വിളിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. അന്ന് കണ്ടോ? അല്ല, ഇവിടെ ഇപ്പൊ 2 വട്ടം ഇവിടെയും കണ്ടിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് കെട്ടിപ്പിടിച്ച് എല്ലാം സന്തോഷമൊക്കെ പങ്കുവെച്ചിട്ടാണ്. അതെന്നായിരുന്നു പൃഥ്വിരാജ്? ഇപ്പൊ ഈ ഇതിന് ലോഞ്ചിങ് ആണെന്നല്ലേ ഇപ്പൊ. അല്ലാതെ പിന്നെ ആദ്യം ഞാനൊരു 10-20 മിനിറ്റ് ആദ്യം ഈ ലാസ്റ്റ് ഷൂട്ടിങ് സംസാരിച്ചിട്ടുണ്ട്. അന്നും നല്ല രീതിയിൽ എൻ്റെ അടുത്തെല്ലാം ഇതൊക്കെ പറഞ്ഞു. സിനിമ ഇറങ്ങുന്നതിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതെ. ഇപ്പൊ ഈ ട്രെയിലറിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണ്, ബാക്കിയുള്ളതും ഇനി അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതെ.